ശ്രീനഗറിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ ദൂരത്തുള്ള ഗുൽമർഗിലേക്കായിരുന്നു ഇന്നത്തെ സഞ്ചാരം. രാവിലെ 8:30 തന്നെ യാത്ര ആരംഭിച്ചു. സിറ്റി കഴിഞ്ഞ് ഗ്രാമങ്ങളിലേക്ക് യാത്ര നീളുന്നത് റോഡിലെ കാഴ്ചകൾ അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങിങ്ങായി കുതിരവണ്ടികൾ, തിരക്കൊഴിഞ്ഞ ബസ്സുകൾ, നീണ്ടു വിശാലമായി കിടക്കുന്ന പാടങ്ങൾ. ആപ്പിൾ സീസൺ കഴിഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും ചിലയിടങ്ങളിൽ പഴുത്തു തൊടുത്ത ആപ്പിൾ നിറഞ്ഞ തോട്ടങ്ങൾ കാഴ്ചകൾക്ക് മികവേറ്റി. സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എതിർദിശയിലേക്ക് സൈനിക വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. 1.5 മണിക്കൂറെടുത്തു ടാൻമാർഗിലേക്ക് എത്തിച്ചേരാൻ. ടാൻമാർഗിനെ ഗുൽമർഗിൻ്റെ പ്രവേശന കവാടം എന്ന് വിശേഷിപ്പിക്കാം. ടാൻമാർഗ് കഴിഞ്ഞാൽ ഭീമാകാരമായ പൈൻമരങ്ങൾ തിങ്ങിനിറഞ്ഞ റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. അങ്ങിങ്ങായി കുതിരസഞ്ചാരികളും ഗുൽമർഗ് ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന വാഹനങ്ങളും. 11:30 ഗുൽമർഗിലെത്തിച്ചേർന്നു. കേരളത്തിലെ 7 മണിയാവുന്ന പ്രതീതി. നല്ല തണുപ്പ്. ടെമ്പറേച്ചർ 5 ഡിഗ്രി സെൽഷ്യസിലെത്തി നിൽക്കുന്നു. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് നേരെ സൈറ്റ് സീയിങ്ങിനായി നടത്തം ആരംഭിച്ചു. 2000-ഉം 3000-ഉം തുക പറഞ്ഞ് കുതിരക്കാർ വട്ടം കൂടി. മഞ്ഞ് വീണ താഴ്വരകൾ കണ്ട് തിരിച്ചെത്തിക്കാം എന്നതാണ് വാഗ്ദാനം. എന്നാൽ ഗൊണ്ടോല കേബിൾ കാർ ടിക്കറ്റ് നേരത്തെ എടുത്തിട്ടുള്ളതിനാൽ അവരുടെ വാഗ്ദാനം സ്നേഹപൂർവ്വം നിരസിച്ച് ഞങ്ങൾ കേബിൾ കാർ പോയിന്റിലേക്ക് നടന്നു. ഗുൽമർഗ് ഗോൾഫ് കോഴ്സിൻ്റെ ഓരത്തുകൂടെയുള്ള മനോഹരമായ പാതയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. 1:30 മുതൽ 3:30 വരെയുള്ള മൂന്നാമത്തെ സ്ലോട്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. 2091 മീറ്റർ ഉയരത്തിലുള്ള ഗൊണ്ടോരിയിലേക്ക് മണിക്കൂറിൽ 1500 യാത്രികരെ എത്തിക്കാൻ പാകത്തിലുള്ള 72 ക്യാബിനുകളാണ് ഒരേ സമയം പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നും 2540 മീറ്റർ ഉയരത്തിലുള്ള പർവ്വതത്തിൻ്റെ ഉച്ചിയിലേക്ക് മണിക്കൂറിൽ 600 ആളുകളെ എത്തിക്കാൻ പാകത്തിലുള്ള 34 ക്യാബിനുകളും പ്രവർത്തിക്കുന്നു. കേബിൾ കാറിൽ നിന്നുള്ള കാഴ്ച മനോഹരമായിരുന്നു. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു. ഇടയിൽ മഞ്ഞ് പുതഞ്ഞിരിക്കുന്ന ഗ്രാമീണ വീടുകൾ, അങ്ങിങ്ങായി കുതിരസവാരിക്കാർ. മഞ്ഞ് മൂടിയ താഴ്വരയാണ് കൊങ്ഡോരിയിൽ ഞങ്ങളെ കാത്തിരുന്നത്. തണുത്തുറഞ്ഞ മഞ്ഞിൽ കാഴ്ചയുടെ ആനന്ദത്തിൻ്റെ പരകോടയിലെത്തി ആഹ്ലാദിക്കുന്ന ആയിരങ്ങൾ. വിവിധ ഭാഷക്കാർ, വർഗക്കാർ, ആചാരക്കാർ, സംസ്കാരത്തിൻ്റെ ഉടമകൾ. എല്ലാവർക്കും ഒരേ ആനന്ദം, ഒരേ ആഹ്ലാദം. ഇടയ്ക്കിടെ മഞ്ഞ് പെയ്തും അന്തരീക്ഷം തെളിഞ്ഞും മഞ്ഞ് മൂടിയ പർവ്വതം ഞങ്ങൾക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്നു. ഗൊണ്ടോരിയിൽ നിന്ന് സെക്കൻഡ് ഫേസായ പർവ്വത് പീക്കിലേക്കുള്ള യാത്ര ടിക്കറ്റ് ലഭ്യമല്ലാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വന്നു. മനസ്സില്ലാ മനസ്സോടെ തണുത്തുറഞ്ഞ മഞ്ഞിനോട് വിട പറഞ്ഞുകൊണ്ട് പതുക്കെ മലയിറങ്ങി.